ഹലോ മക്കൾ, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. ഇതാണ് ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ അല്ലെ. മഴക്കാലമായി പനി, ജലദോഷം, തുമ്മൽ, കഫക്കെട്ട് ഇഷ്ടം പോലെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പഠിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. വ്യാധികൾ പടരാതിരിക്കാൻ, എവേ ഫ്രം ഡിസീസസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഈ അസുഖങ്ങളെ പറ്റിയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സമയത്ത് ഇപ്പൊ പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ വെറുതെ വന്നുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിനൊന്ന് പ്രതിരോധിക്കാൻ പറ്റും. ലൈക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ച ഒരു ഐഡിയ നമുക്ക് കിട്ടും. റെഡി? അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് മിസ് പോവാണ്. ദേ പിടിച്ചോ. എടാ മക്കളെ, നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും അല്ലെ. ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ അസുഖങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പൊ ഡെങ്കിപ്പനീന്റെ കേസ് പറയുകയാണെങ്കിൽ ഡെങ്കു ഫീവർ ആരാണ് പടർത്തുന്നത്? നമുക്കറിയാം, കൊതുകുകൾ വഴി പകരുന്നതാണ് ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് അല്ലെ. അതൊക്കെ ഒരു വട്ടം വന്നാൽ സീരിയസ് ആയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വട്ടമൊക്കെ വന്ന് രണ്ടാം വട്ടമൊക്കെ വന്ന് ഏകദേശം ആള് മരിച്ചു എന്ന് തോന്നുന്നു. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ഡെങ്കിപ്പനി ഒക്കെ അല്ലെ. അപ്പൊ ഇതൊക്കെ പല സമയത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന സാധനങ്ങളാണ്. എലിപ്പനി, ഡെങ്കിപ്പനി, അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഇനിയിപ്പോ അതിന്റെ സിംറ്റംസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഐ പെയിൻ ഉണ്ടായിരിക്കാം. നല്ല പനിയാണ് ആദ്യം തന്നെ വരിക. പനിയും ബോഡി പെയിനും മസിൽ പെയിനും ഒക്കെ നന്നായിട്ട് വരും. അതുപോലെ ഐ പെയിൻ ഉണ്ടായിരിക്കും, മസിൽ പെയിന്, ബോൺ പെയിന്, അങ്ങനെ ഒരുപാട് പെയിനുകളും റാഷസ് ഉണ്ടായിരിക്കും ബോഡിയിലൊക്കെ അല്ലേ. ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, സംഭവം കഴിഞ്ഞു പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇനി അടുത്തത്, ഇപ്പൊ നമുക്ക് നല്ല വയറിന്റെ അവിടെയൊക്കെ ഭയങ്കര വേദന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാന്ന് വിചാരിച്ചോ. നല്ല പെയിനും കാര്യങ്ങളൊക്കെ വരികയാണ്, വാഷ്റൂമിൽ പോകുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര വേദനയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ അത് കോളറ ആയിരിക്കാം. നല്ല വൊമിറ്റിംഗ് ടെൻഡൻസി വരും, ബ്ലഡ് പ്രഷറിൽ മാറ്റം വരും, ഡയറിയ, നല്ല വയറിളക്കം പോലെയൊക്കെ സംഭവിക്കും, വെയിറ്റ് ലോസ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് കോളറയുടെ ഒരു ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്കൂളുകളിലും കാര്യങ്ങളൊക്കെ പോകുമ്പോ പ്രത്യേകിച്ചും നിങ്ങളുടെയൊക്കെ ഇതിൽ പറയുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പടരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഒരാൾക്ക് ഒരു ദിവസം ജലദോഷം വന്നു എന്ന് വിചാരിക്കുക ക്ലാസ്സിൽ, അടുത്ത ആള് ഒരു ദിവസം ഒരാള് പറഞ്ഞ അപ്പുറത്തെ ആള് ഒന്ന് പിറ്റേ ദിവസം പറയും. കാരണം പെട്ടെന്ന് ഇത് സ്പ്രെഡായി പോകുന്നുണ്ട് അല്ലെ. ഇപ്പൊ സ്കൂളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചല്ലേ ഇരിക്കുക. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിലെ കേസിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇത് വായുവിൽ വഴി പടരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണെന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് ആർ സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പൊ എനിക്കൊരു അസുഖം വന്നു, ഞാനത് മറ്റൊരാൾക്ക് പടർത്തിയെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റും പകർച്ചവ്യാധി, പടർന്നു പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും നമുക്ക് ഓർക്കാൻ പറ്റുന്ന സാധനം COVID-19. ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അല്ലെ. ഇപ്പോഴും പല കേസുകളൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കോവിഡ് ഒക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഒരാളിൽ നിന്ന് ഒറ്റ ആളിലിട്ട് എത്ര പെട്ടെന്ന് അത് സ്പ്രെഡ് ആവുന്നത്? വായു വഴി, ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിലൂടെ അല്ലെ, ഉമിനീര് വഴിയൊക്കെ നമുക്ക് പെട്ടെന്ന് പകരുന്ന ഒരു അസുഖമായിരുന്നു നമ്മുടെ കോവിഡ് എന്ന് പറയുന്നത് അല്ലെ. അതിപ്പോഴും സ്റ്റിൽ മാറിയിട്ടില്ല. അപ്പൊ അതൊക്കെ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരാളിൽ നിന്ന് ഒരാളിലോട്ട് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അതേപോലെ നമുക്ക് സ്മോൾ പോക്സ് എന്ന് പറയാൻ പറ്റും, വസൂരി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെ. ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്ന സാധനം ഇതേപോലെ പണ്ട് കാലത്തൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള അസുഖങ്ങളാണ്. അതുപോലെ പ്ലേഗ് എന്ന് പറയുന്ന അസുഖങ്ങളുണ്ട് അല്ലെ. എലിയിൽ നിന്ന് പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ലോട്ട് ഓഫ് അസുഖങ്ങളാണ് നമുക്ക്. ഇവരൊക്കെ നമുക്ക് പാൻഡമിക്സ് അല്ലെങ്കിൽ മഹാമാരികൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോവിഡും പ്ലേഗും അതേപോലെ ക്ഷയം കാര്യങ്ങളൊക്കെ നമുക്ക് മഹാവ്യാധികളാണെന്ന് പറയാം. When communicable diseases spread to other countries, continent and they affect large number of people, it is called pandemic. എപ്പോഴാണ് നമ്മൾ പറയാ മഹാമാരി പറയാ? ഇപ്പൊ കോവിഡ് എന്ന മഹാമാരി എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് വെറുതെ പറയുന്നതല്ല. കാരണം ഒരു ചൈനയിൽ നിന്നും കണ്ട് തുടങ്ങിയിട്ട് ഇന്ത്യയിലും അവിടെ ഇവിടെയും തുടങ്ങി എല്ലാ രാജ്യത്തും വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ് അല്ലെ. അപ്പൊ മറ്റു രാജ്യത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റാളുകളിലോട്ടോ ഭൂഖണ്ഡത്തിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പകരുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇതേപോലെയുള്ള വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള സാധനമാണ് അല്ലെ. അപ്പൊ അതേപോലെ സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 ഒക്കെ ഇതേപോലെയുള്ള പാൻഡമിക്സ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേടാ? അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിച്ചത്. എന്താണ് പകർച്ചവ്യാധി എന്നും പഠിച്ചു, എന്താണ് മഹാമാരി എന്നും പഠിച്ചു അല്ലെ. അപ്പൊ ഈ രണ്ട് കേസ് നിങ്ങൾ പഠിക്കുക, എക്സാമിന് ചോദിക്കും. പകർച്ചവ്യാധികൾക്കുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ അതുവരേക്കും ബൈ, സീ യു മക്കളെ.